താഴ്ന്ന ജാതിപ്പെട്ട ഹരിജൻസിനെ ഒരു ഉത്സവത്തിന് ഒരു കലയിട്ട് പണ്ടത്തെ കാലത്ത് അംഗീകരിച്ചതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ വന്നത് കളിക്കാൻ വയ്യ, എന്നാലും കളി കാണാലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അത് അപ്പോൾ നമുക്കിത് കൂടാതെ കഴിയില്ല. ഇവിടെ വന്നു പോവാണ്. അച്ഛനായിട്ടൊരു കല ഉണ്ടാക്കി വെച്ചതാണ്. ചെമ്മൻകുഴി ചെല്ലി പറഞ്ഞിരുന്നു, അയാളൊരു കലയായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അത് മറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മൂത്ത മകം. മനസ്സിലായോ? അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ കൊണ്ട് നടത്തുക, പാരമ്പര്യമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ളൊരു ഐതിഹ്യത്തിലാണ്. കാർഷികോത്സവത്തിൻ്റെ ഈ കാളെ കെട്ടി നമ്മളെ ഉത്സവം നടത്തുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ കലയും ചവിട്ടുകളി. ഇതിപ്പോ എന്താണെങ്കിൽ ഇത് കുറെ ചെറുപ്പക്കാർ നിന്ന് പുറകോട്ട് പോകുന്നുണ്ട്, കുറെ ചെറുപ്പക്കാർ ഇറങ്ങി വരുന്നുണ്ട് മുന്നോട്ട്. പക്ഷെ മറ്റുള്ള കലകളൊക്കെ ഈ ഓരോ ചാനലുകളിലും ഇതിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു കല മാത്രം അങ്ങനെ എവിടെയും വന്ന് കണ്ടിട്ടില്ല. ഇതിങ്ങനെ ഈ യൂട്യൂബിൽ ഇതിലൊക്കെ കാണാവുന്നതല്ലാതെ മറ്റുള്ളതിലൊന്നും ഇല്ല. പക്ഷെ ഇതിന് പുരോഗമനം വരുന്നുണ്ട്. കൂടുതലും മലപ്പുറം ജില്ലയിലാണ് ഇതിന്റെ ഫേമസ് ആയിട്ടുള്ള ആ ഭാഗത്താണ് നടക്കുന്നത്. അവിടെ അവർ കമ്മിറ്റി കളിയും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളെ വിളിക്കാറുണ്ട്, ഞങ്ങൾ പോവാറുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ ഈ പൂരക്കളി തന്നെ ഉണ്ടാവാറുള്ളൂ. മത്സരമായിട്ടാണ് 5-6 ടീമൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഓരോ ടീം മണിക്കൂർ വെച്ചിട്ട് പേര് പാട്ട്. പിന്നെ നമ്മളിപ്പോ ഒരു പാട്ട് പാടിയാൽ അതിന് അതേ മറുപടിയായിട്ട് അവർ പാട്ട് പാടും. അത് സാധാരണ ഈ ജനങ്ങളുടെ ഒരു ഇതെന്താ വെച്ചാൽ അപ്പളെ ഉണ്ടാക്കി പാടുന്ന ഒരു പാട്ടാണെന്നാണ്. അങ്ങനെയല്ല അതിന്റെ ഐതിഹ്യം. സത്യം പറഞ്ഞാൽ ഇപ്പോ എന്റെ ഒരു ധാരണയിൽ തന്നെ എന്റെ അച്ഛൻ പാടിയിരുന്ന പാട്ട് ഞാൻ കേട്ട് ഒപ്പം പഠിച്ച് അതാണ് നമ്മൾ പാടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ കലയോട് ആൾക്കാർക്ക് ഒരു താല്പര്യമില്ലാത്ത ഈ ചെറുമക്കൾ സമുദായം ഇത് മദ്യം ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അങ്ങനെ ഒരു തോന്നല് കുറെ ആളുകൾക്ക് ഉള്ളിലുണ്ട്. പക്ഷെ അതല്ല. എന്താ വെച്ചാൽ ഞാൻ അത്രയും പറയാവുന്ന കാര്യം, ഞാൻ ഒരുവിധം സ്ഥലത്തിന്റെ അച്ഛൻ്റെ കൂടെ ഇപ്പൊ അച്ഛനാണ്, അച്ഛൻ മരിച്ചുപോയി, അവരെ കൂടെ കളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത്തരത്തിലൊരു ഇത് ഉപയോഗിക്കാത്ത ഒരാളാണ്. അതിനോട് വലിയൊരു താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേരുണ്ട് ഇതില്. പക്ഷെ ഈ പുറത്തുള്ള ആൾക്കാരുടെ ഒരു ധാരണ ഇങ്ങനെ വായയിൽ വന്ന പാടുക എന്നുള്ളൊരു അത് നമ്മൾ പഠിച്ചു തന്നെയാണ് ഈ സംഭവം. അല്ലാണ്ട് നമുക്ക് അത് കടന്നിട്ട് രാത്രിക്ക് മുറ്റത്ത് ചാണകം കൊണ്ട് തേച്ചിട്ട് അതിൽ തെങ്ങും പാട്ടെ അന്നപ്പോ ഈ വില്ലായി ഗോസറിയൊന്നും ഇല്ലല്ലോ. ഈ എന്റെ അച്ഛൻ പഠിപ്പിച്ച ചെക്കന്മാരെയൊക്കെ കടത്തും അവരുടെ 4 പറയും. എന്നിട്ട് കടന്നിട്ട് പാട്ട് പാടി കൊടുക്കും. അത് പഠിഞ്ഞതിന് ശേഷമാണ് 10 പാട്ട് പാടിയിട്ട് അത് പഠിഞ്ഞതിന് ശേഷം പിന്നെ അതിന് കളി പഠിപ്പിച്ച് കൊടുത്തിരുന്നു. ഇവനത് തിരുവനന്തപുരത്ത് പോയിരുന്നു മാഷന്മാര് കൊണ്ടുപോയിട്ട്. ഞാൻ ഇതിനെ സംബന്ധിച്ച് നാടൻപാട്ടിലേക്ക് പാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂറ്റനാട് ഒരു മാഷുണ്ട് ആയിരുന്നു. അവരുടെ കൂടെ പോയിട്ട് അവിടെ അവർക്ക് കല ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, എന്റെ വീട് എഴുപന്തല പറഞ്ഞ പ്രദേശം, ചെമ്മൻകുഴി എന്നാണ് പറയുക. അച്ഛന്റെ പേര് അച്ഛൻ കൊടുത്തതാണ്. അത് അച്ഛന്റെ പേരെന്താ പറഞ്ഞത്? ചെല്ലി, ചെമ്മൻകുഴി ചെല്ലി. അവരാണ് ഇതിന് തുടക്കം. ഇവിടെ ഈ കളി നടത്തുന്നത് അടുക്കത്തെ ഗോപി എന്ന് പറഞ്ഞ അവരുടെ നേതൃത്വത്തിലാണ്. ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ഒരു ഗുരുനാഥം അയാളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കും, ഞങ്ങൾ വരും. കമ്മിറ്റിക്കാർ കൊല്ലം ക്ഷണിക്കും, ഞങ്ങൾ വരും. അങ്ങനെയാണ്.